അപ്പൊ നമ്മൾ ഇന്ന് ഈ വണ്ടിയിലാണ് പോകുന്നത്. ഫുൾ ഫാമിലി ആയിട്ടൊരു പോക്ക് പോവാം. ജീപ്പുകളൊക്കെ പാല് നിറച്ച് വെച്ചിട്ട് നിൽക്കുന്ന ഈ തോട്ടം എനിക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടേക്കുക. ബാക്കിയൊക്കെ ഈ കാടും പയറും നടപ്പാത മാത്രമേ കാണത്തുള്ളൂ. ടാപ്പിങ്ങുകാർക്ക് ആവശ്യമായിട്ടുള്ള നടപ്പാത മാത്രമേ കാണാൻ. ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ സാമ്പാപ്പൻ്റെ ഹലോ ചങ്ങായിമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷോവിൻ സ്റ്റാറുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ ചായലോട്ട് നമ്മുടെ സാമ്പാപ്പന് ഒരു ചെറിയ തോട്ടമുണ്ട്. അപ്പൊ സാമ്പാപ്പന്റെ തോട്ടത്തിലോട്ട് നമ്മൾ പോകുന്നത്. അവിടെ റബ്ബർ തൈ നട്ടേക്കാണ്. അവിടെ വീടുകളൊന്നുമില്ല, കുറെ ഒരു പ്ലാന്റേഷൻ ഏരിയ എന്ന് പറയാം, അങ്ങനെയുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അവിടേക്ക് പോകുന്നതിന്റെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അത്യാവശ്യം അടിപൊളി സീനറി ഒക്കെ കേട്ടോ. അപ്പോൾ സാമ്പാപ്പൻ വന്നിട്ടുണ്ട്, വീട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. സാമ്പാപ്പൻ്റെ വണ്ടിയുണ്ട്. ഇതേ നമ്മളങ്ങോട്ട് പോവാണ്. പോകുന്നതും അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ സീനറിയൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങൾ കൂടുമല്ലേ? അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പം മറ്റന്മാരെ, നമ്മുടെ യാത്ര തുടങ്ങുന്നത് സ്കൂട്ടറിലാണെങ്കിലും നമുക്ക് തോട്ടത്തിലേക്ക് സ്കൂട്ടറിൽ പോകാനൊക്കത്തില്ല. അത്യാവശ്യം മോശമാണ് വഴിയൊക്കെ. ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കിളിക്കോട് ജംഗ്ഷനിൽ നമ്മുടെ ജീപ്പ് കിടപ്പുണ്ട്. നമ്മളെല്ലാവരും ആ ജീപ്പിലാണ് പോകുന്നത്. ഏതായാലും നമുക്ക് ജീപ്പിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വണ്ടിയിലാണ് പോകുന്നത്. ഫുൾ ഫാമിലി ആയിട്ടൊരു പോക്ക് പോവാണ്. ഏതായാലും നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. നമുക്ക് മങ്ങാട്ട് പോയി ഷിബുച്ചാൻ്റെ കടയിൽ കോഴിക്കടയുണ്ട്. കോഴിക്കടയിൽ കുറച്ച് പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷിബുച്ചാനെ എടുത്തുകൊണ്ട് വേണം തോട്ടത്തിലേക്ക് പോകാൻ. എന്തൊക്കെ പറഞ്ഞാലും മച്ചാന്മാരെ, നമ്മുടെ പഴയ വണ്ടികൾ, ജീപ്പ് അംബാസഡർ പോലുള്ള പഴയ വണ്ടികളിലുള്ള യാത്ര ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ മങ്ങാട് ജംഗ്ഷൻ. അപ്പം ഇവിടാണ് ഷിബുച്ചാൻ്റെ ഒയാസിസ് ചിക്കൻ സെൻ്റർ ഉള്ളത്. അപ്പോൾ അവിടെ കുറച്ച് പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് യാത്ര തുടരാൻ. അപ്പോൾ നമ്മൾ മങ്ങാട്ടുള്ള നമ്മുടെ ഏറ്റവും മൂത്ത ചേട്ടച്ചാരുടെ കോഴിക്കടയിലോട്ടാണ് വന്നത്. ഇവിടെ കുറച്ച് പരിപാടിയുണ്ട്. ഒരു വലിയ പുളിമുട്ടുണ്ട് കോഴിയെ വെച്ച് കട്ട് ചെയ്യുന്നത്. അത് സൈസ് ഒത്തിരി കൂടുതലായിപ്പോയി. ഹൈറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ പാവം പിടിച്ച ജോലിക്കാരൻ അതിൻ്റെ മേളിൽ ഒരു സ്റ്റൂളിട്ട് കയറി ഇന്നേ കോഴിയെ വെട്ടാവത്തുള്ളൂ. അപ്പോൾ അതൊന്ന് മുറിക്കാനുള്ള പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എല്ലാവർക്കും കൂടെ തോട്ടത്തിലോട്ട് പോകാൻ. ഇതാണ് നമ്മുടെ ജീപ്പ്. നമ്മൾ ഇതിലാണ് നമ്മുടെ യാത്രകളൊക്കെ. ഇനി അടുത്ത ദിവസം നമ്മൾ വേറൊരു യാത്രയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ പിള്ളേരെയും പെറുങ്ങിണികളെയും ചേട്ടന്മാരും അനിയന്മാരും എല്ലാം കൂടെ ചേർന്ന് തോട്ടത്തിലോട്ടൊരു യാത്ര പോവാണ്. ഈ കാണുന്നത് എളമണ്ണൂരാണ്. എളമണ്ണൂർ തിയേറ്റർ വടി എന്ന് പറയും. വലതുഭാഗത്ത് കാണുന്നത് ഞങ്ങളുടെ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്, പഞ്ചായത്ത് ഗ്രൗണ്ടാണ്. ഞങ്ങൾ ക്രിക്കറ്റൊക്കെ കളിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. ഈ സ്ഥലത്തിന് ഞങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ കാരണം ഇത് കിൻഫ്രയിലേക്ക് പോകുന്ന വഴിയാണ്. ഈ സ്ഥലത്ത് ഞങ്ങൾ വിളിക്കുന്നത് മിനി മൂന്നാർ എന്നാണ്. എന്തുകൊണ്ടാണ് മിനി മൂന്നാർ എന്ന് വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് മേപ്പോട്ട് പോകുന്തോറും കണ്ടാൽ മനസ്സിലാവും. വശ്യമനോഹരമായ പ്രകൃതിയുടെ കാഴ്ചകളൊക്കെ കണ്ണെത്താ ദൂരത്ത് നമുക്ക് കാണാൻ കഴിയും. അങ്ങ് മലകളും കുന്നുകളും എല്ലാം കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നാട്ടുകാർ ഈ സ്ഥലത്തിനെ മിനി മൂന്നാർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ കിൻഫ്രയുടെ അവിടോട്ടുള്ള നല്ല ടാറിട്ട റോഡ് തീരുകയാണ്. ഇനി ഓഫ് റോഡിലേക്ക് നമ്മൾ കയറുകയാണ്. ഈ ഭാഗത്തോട്ട് റോഡോ ഇലക്ട്രിക്കൽ കണക്ഷനോ ഒന്നുമില്ല കേട്ടോ. പോസ്റ്റും കേബിളും ഒന്നും കാണാൻ കഴിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമല്ല, കുറേ റബ്ബർ തോട്ടങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം മാത്രമാണ്. അത്യാവശ്യത്തിന് പാല് കൊണ്ടുപോകാനുള്ള അല്ലെ വണ്ടികളും പിക്കപ്പ് പോലുള്ള വണ്ടികളൊക്കെ മാത്രമേ ഇവിടേക്ക് വരാറുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് പോലെ കിടക്കുന്നത്. ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. തോട്ടങ്ങളിലോട്ട് പോകുന്ന വഴികളൊക്കെ ഉണ്ട് ഇവിടെ അവിടങ്ങളിലായിട്ട്. അതായത് നമ്മുടെ തോട്ടം എത്താറാവുന്നതേ ഉള്ളൂ. ഇവിടെ ഈ തോട്ടം എനിക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടേക്കുക. ബാക്കിയൊക്കെ ഈ കാടും പയറും നടപ്പാത മാത്രമേ കാണത്തുള്ളൂ. ടാപ്പിങ്ങുകാർക്ക് ആവശ്യമായിട്ടുള്ള നടപ്പാത മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ. കണ്ടില്ലേ, കാട് പിടിച്ച് കിടക്കുന്ന കണ്ടില്ലേ. നമ്മുടെ തൈ വെച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് കാടായിരിക്കണം. കുറച്ച് ദിവസമായി അങ്ങോട്ട് പോയിട്ട്. ഒരു വനത്തിലൂടെ ഉള്ള ഒരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് പോലെ ഉണ്ടല്ലേ. ഈ ഇരിക്കുന്ന വീപ്പുകളൊക്കെ പാല് നിറച്ച് വെച്ചിട്ട് ഇരിക്കുന്ന നമ്മുടെ ജീപ്പ് കയറി വരുന്ന വരവ് കണ്ടോ. ഇവിടെ അധികം ആൾതാമസമുള്ള സ്ഥലമല്ല, തോട്ടങ്ങൾ മാത്രമുള്ള ഏരിയ ആയതുകൊണ്ട് അധികം വണ്ടിയും റോഡും ഒന്നുമില്ല, കറണ്ടൊന്നുമില്ല.
മരം മുറിച്ച് കഴിയുമ്പോൾ അവിടെങ്ങളായിട്ട് നല്ല വ്യൂ പോയിന്റ്സ് പോലെ അടിപൊളി രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, അടിപൊളി രസമാണ്. ഈ ഏരിയ മൊത്തം നമുക്ക് കാണാൻ കഴിയും. വിശപ്പയറാണ്. വിശപ്പയർ ഇങ്ങനെ മരത്തിൻ്റെയൊക്കെ ഈ ഉണങ്ങിയ കമ്പുകളിലൊക്കെ ഇത് കണ്ടോ, ഉറുമ്പും കൂടെ ഇങ്ങനെ പടർന്ന് നിൽക്കുകയാണ്. ഒരു കാവ് പോലെ അല്ലെങ്കിൽ ഒരുപാട് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഒന്നും കാടല്ല കേട്ടോ. ഇവിടെ പാല് കൊണ്ടുപോകാനുള്ള വണ്ടികൾ മാത്രമേ വരാറുള്ളൂ. അതുകൊണ്ട് റോഡിലും പുല്ലുകൾ കിളിച്ച് അതുപോലെ റോഡിൻ്റെ പരുവം സ്ഥിതിയൊക്കെ അടിപൊളി. ഒരു പാറ കണ്ടോ, നല്ല വ്യൂ ആയിരിക്കും അല്ലേ അതിൻ്റെ മേളിൽ നിന്ന്. നമുക്കിപ്പോൾ തൽക്കാലം ഇവിടുത്തെ കാണാൻ പറ്റുന്ന വ്യൂസൊക്കെ കാണാം. അയ്യോ, ഈ തോട്ടത്തിലോട്ട് നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോൾ അവിടെ ഇവിടങ്ങളിലായിട്ട് ഇതേ കണ്ടില്ലേ, ചില കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കൊക്കെ ഒത്തിരി കഥകൾ പറയാനുണ്ട്. ഒരുപാട് ആൾക്കാരുടെ ചോര വീഴ്ത്തിയ കഥകൾ, കണ്ണീരിലാഴ്ത്തിയ കഥകളൊക്കെ പറയാനുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഈ റോഡിൻ്റെ രണ്ട് വശത്തുമുള്ള ജാതിമരങ്ങളും ഏലങ്ങളും അങ്ങനെ കൊക്കോയും ഒക്കെ കണ്ട് നമുക്ക് യാത്ര തുടരാം. ഈ കാണുന്ന ജാതി, ഏലം, കൊക്കോ മരങ്ങൾക്കൊക്കെ 19 വർഷത്തെങ്കിലും പഴക്കം കാണും കേട്ടോ. ഇപ്പോഴെങ്കിലും നട്ടതല്ല. പണ്ട് ഇവിടെ വലിയൊരു 3000 ഏക്കറുള്ള ഒരു പ്ലാന്റേഷനായിരുന്നു. അന്നത്തെ ആ പ്ലാന്റേഷൻ്റെ ഭാഗമായിട്ട് അന്ന് നട്ടുപിടിപ്പിച്ചതാണ്. ആ കഥകളും കാര്യങ്ങളും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഏതായാലും നമുക്കിപ്പോൾ തൽക്കാലം എത്താറായിട്ടുണ്ട് നമ്മുടെ തോട്ടത്തിലേക്ക്. ഇതാണ് നമ്മുടെ സാമ്പാപ്പൻ്റെ തോട്ടം. ഇവിടെ തൈ നട്ടേക്കാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ കാടുമാണ്. വെട്ടാനൊന്നും ആൾ വരാത്തത് കൊണ്ട് കാട് പിടിച്ച് കിടക്കുകയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക്. കാട് എടുത്തിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഇതുപോലെ തന്നെ ഇട്ടേക്കുന്നത്. ഈ റിബൺ തൊട്ട് തുടങ്ങുന്നതാണ് സാമ്പാപ്പൻ്റെ. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് നമ്മുടെ സാമ്പാപ്പൻ്റെ എസ്റ്റേറ്റ്. എസ്റ്റേറ്റ് എന്ന് പറയാൻ 2 ഏക്കർ വസ്തുവുണ്ട്. ഖത്തറിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയും കൊണ്ട് ഏതായാലും ഇത് മേടിച്ചിട്ടുകൊണ്ട് ഇത്രയെങ്കിലും ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ നോക്കുമ്പോൾ കാണുന്നത് ഇവിടെ റോഡ് പോകുന്നുണ്ട്. ഇത് നമ്മുടെ KP റോഡാണ് കേട്ടോ. അടൂന്ന് പത്തനാപുരം പോകുന്ന റോഡാണ്. ആ കാണുന്നത് നമ്മുടെ മരുതിമൂട് പള്ളിയാണ്. നല്ലൊരു കാഴ്ചയാണ്. ഇവിടുന്ന് നോക്കിയാൽ അപ്പുറം ഇപ്പുറം എല്ലാം കുന്നുകളും മലയായതുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഹരിതാപവും പച്ചപ്പും എല്ലാം കാണാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. മരുതിമൂട് പള്ളിയുണ്ട്, KP റോഡുണ്ട്. പക്ഷേ ഇങ്ങനെ വഴി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല ലാഭമായേനെ. ഇത് നമുക്ക് കിൻഫ്രയുടെ അതിലേ വരുന്ന വഴി നിങ്ങൾ മുമ്പേ കണ്ടില്ലേ, ആ വഴി. അതും വഴിയൊക്കെ കാണാൻ നല്ല രസമാണെങ്കിലും അതിലേ വന്ന് വേണം ഓഫ് റോഡ് എക്സ്പീരിയൻസ് കണ്ട് വേണം വരാൻ. പക്ഷേ ഇവിടെ നേരെ വഴിയില്ല. നേരെ വഴി ഉണ്ടായിരുന്നെങ്കിൽ ഈസി ആയിരുന്നു. KP റോഡുമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് ഈസി ആയിരുന്നു. അപ്പോൾ തോട്ടത്തിലെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് പിന്നീടാവാം. ഇപ്പോൾ വന്നവരെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊരു പണിയുണ്ട് ഇവിടെ. അപ്പച്ചനും ചേട്ടന്മാരും ഒക്കെ തലക്കെട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിള്ളേരും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ നേരത്തെ ഓഫ് റോഡിങ് എക്സ്പീരിയൻസിന് ശേഷം നമ്മൾ ഏതായാലും തോട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ സാമ്പാപ്പൻ്റെ ഒരു ചെറിയ വീപ്പ ഉണ്ടായിരുന്നു. വീപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ വന്ന വഴിക്ക് കണ്ടില്ലേ പാല് നിറച്ച് വെക്കുന്നത്. ഇത് നിറ വീപ്പയായിരുന്നു. തടി മുറിക്കാൻ ഏതാണ്ട് വന്നവർ ഈ റോഡ് സൈഡിൽ വെച്ചിരുന്നത് തള്ളി താഴെ ഇട്ടു. അപ്പം നിറവീപ്പയാണ്, അത് നമുക്ക് കയറ്റണം. അതിനുള്ള പരിപാടിയും കൊണ്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഏതായാലും നമുക്ക് നോക്കാം. ഇവിടെ ജാതിയൊക്കെ കേട്ടോ. നമ്മൾ ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ജംഗിൾ സഫാരി എന്ന് പറയുന്നത് പോലെ ഒന്ന് വന്നതാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ആൾക്കാർ പശുവിനെ തീറ്റാനും ഒക്കെ വരുന്നതാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ജംഗ്ഷനുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് മെയിൻ റോഡാണ്, മെയിൻ ടൗൺ റോഡാണ്. നമുക്കിതിലെങ്ങാണോ ഒന്ന് ഇറങ്ങാനുള്ള വഴി ഒപ്പിക്കണം. ഇറങ്ങുന്നത് ഇച്ചിരി ടാസ്ക് പിടിച്ച പണിയാണ്. ടാപ്പിങ്ങുകാർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കും. അവർക്ക് ഈ വഴിയും ഇവിടുത്തെ കല്ലും എല്ലാം അറിയാൻ നോക്കും. എവിടെയൊക്കെയാണ് കണ്ടില്ലേ, വഴിയാണ്. ഒരു ടാപ്പിങ്ങുകാർ പോകുന്ന വഴി കൂടാണ് നമ്മളീ പോകുന്നത്. ഇവിടെ എല്ലാം വെള്ളം ഒഴുകുന്ന ചാലുകളും ഇടയ്ക്ക് കിണറും ഒക്കെ ഉണ്ട്. ചാടിക്കടന്നൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഈ വീപ്പ നമുക്ക് കയറ്റണം. എന്താ വേണോ ചൈനി? സത്യം പറഞ്ഞപ്പോൾ വീപ്പ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് കയറ്റാൻ എളുപ്പമായിരിക്കുന്നു. പക്ഷേ ആ നിറവീപ്പ ആയതുകൊണ്ടും പിന്നെ അതിൻ്റെ ഒരു സൈഡ് ചളുങ്ങിയത് കൊണ്ട് നമുക്ക് കയറ്റാൻ വലിയ പാടാണ് കേട്ടോ. ഏതായാലും നമ്മളൊന്ന് ശ്രമിച്ചു നോക്കാം. എൻ്റെ പൊന്നു മച്ചന്മാരെ, ഏതായാലും ഈ പണി തന്ന ആരാന്നറിയത്തില്ല, നല്ല ഏറ്റൊരു പണിയായിപ്പോയി കേട്ടോ. കയറ്റാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ കയറ് ഉപയോഗിച്ചാണ് കയറ്റുന്നത്. ഒരു സൈഡ്
മരത്തെ കെട്ടി മറ്റേ സൈഡിൽ കൂടെ വലിച്ച് കയറ്റുകയാണ്. രണ്ടുപേര് സപ്പോർട്ട് ചെയ്ത് തെള്ളി കയറ്റുന്നുണ്ട്. നല്ല എന്താ ശാരീരികാധ്വാനം ഞങ്ങൾ കണ്ടില്ല, ഇത്രയും പേരുണ്ടായിട്ടും നല്ല കായികാധ്വാനം വേണ്ടി വന്നു ഒരു വിധത്തിൽ ഒന്ന് അനക്കിയെടുക്കുക. ഏതായാലും ഒരു വിധത്തിൽ നമ്മൾ പ്ലാറ്റ്ഫോമിൽ അവിടെ പണ പോലെ കിടന്നിടമൊക്കെ വലിച്ചു കയറ്റിയെങ്കിൽ റോഡിലോട്ട് കയറ്റാൻ നല്ല പാടായിരുന്നു. പിന്നെ ഷിബുചാൻ മേളിലൊരു ആഞ്ഞിലി വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അത് മുറിക്കാനായിട്ട് കൊണ്ടുവന്ന ചേട്ടനും ഷിബുചാനും അവരുടെ പണി കഴിഞ്ഞിട്ട് വന്നു. ഞങ്ങളെല്ലാവരും കൂടെ നന്നായിട്ട് അധ്വാനിച്ചാണ് ഒരു വിധത്തിൽ റോഡിൽ കയറ്റിയത്. ഏതായാലും കണ്ടു നോക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. എല്ലാവരും വണ്ടിയെ കയറുകയാണ്. ശിവജാനൊക്കെ ഭയങ്കര ഫേമസ് ആവും ഇപ്പോൾ. പിന്നെ ചങ്ങായിമാരെ എന്തായാലും നമ്മൾ ഈ വീപ്പ കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും തളർന്നു. അതുകൊണ്ട് കൂടുതൽ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനോ ഒക്കുന്നില്ല. നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അന്യായ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഇവിടെയോട്ട് വരുന്ന വഴി ഇതേ ഈ കാണുന്നിടത്താണ് നമ്മൾ വന്ന റോഡ് വന്ന് മേപ്പിലോട്ട് കയറുന്നത്. ഇവിടെ ആദ്യത്തെ കാഴ്ചകളൊക്കെ ഇതാണ്. നല്ല രസമുള്ള സീനറിയാണ്. ഞങ്ങളുടെ ഇവിടുത്തെ മിനി മൂന്നാർ എന്നൊക്കെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടെ കേഴ, അതുപോലെ തന്നെ പന്നികൾ, മുള്ളംപന്നി അങ്ങനെയുള്ള ജീവികളെയൊക്കെ കാണാൻ, കുറുക്കന്മാരെയൊക്കെ കാണാനൊക്കെ വരുന്ന വഴിക്ക്. അപ്പം ഏതായാലും ഇനി തിരിച്ചു പോകുമ്പോഴും കുറച്ച് കാഴ്ചകളൊക്കെ, പ്രകൃതിയുടെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാനുണ്ട്. കാട്ടുചോലകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ യാത്ര ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഈ കിൻഫ്രയുടെ റോഡ് കയറിക്കൊണ്ടിരുന്നപ്പോഴേ പറഞ്ഞു ഞങ്ങൾ ഇവിടെ മിനി മൂന്നാർ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കണ്ടപ്പോൾ മനസ്സിലായി കാണും. മൂന്നാർ തേയിലത്തോട്ടമാണെങ്കിൽ ഇവിടെ പയറാണെങ്കിലും അന്യ ലുക്കാണ് കേട്ടോ. ഇന്നിച്ചിരി മേഘം മൂടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ ക്ലിയറായിട്ട് ഒക്കുന്നില്ലെങ്കിലും നല്ലൊരു കാഴ്ചകളാണ്. അപ്പം മച്ചന്മാരെ നമ്മൾ ഏതായാലും പണിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് മങ്ങാട്ട് വന്നേക്കുകയാണ്. മമ്മദണ്ണൻ്റെ ചായക്കടയാണിത് കേട്ടോ. മമ്മദണ്ണനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും, നമ്മുടെ അംബാസമുദ്രം വീഡിയോയ്ക്കകത്ത് ഉണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇത് മേളിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതായാലും ചായ കുടിച്ച് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഒരു അന്യായ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കൂടുതൽ നന്നായിട്ട് ഞാൻ വീഡിയോ അടുത്ത പ്രാവശ്യം എടുത്ത് ഇടുന്നതായിരിക്കും. അവിടുത്തെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പോൾ മറ്റേ നമ്മൾ വീപ്പ എല്ലാം കയറ്റി അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഷിബുചാൻ്റെ കടയിലെത്തിയിട്ടുണ്ട്. ചായ കുടിച്ചു, എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഒരു ഫോറസ്റ്റിലെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഫോറസ്റ്റ് പോലുള്ള ഏരിയയിൽ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുമ്പോൾ ഇറ്റ്സ് മീ ശോഭനസ് മാത്യു സൈനിങ് ഓഫ്.